എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഡെലിവറി മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് എങ്കിൽ നിങ്ങൾക്കിത് വളരെ പ്രയോജനം ചെയ്യും. വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വലിയ ചാർട്ട് പോലെയൊന്നും പറയാനില്ല. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലേബർ പെയിൻ തുടങ്ങുമ്പോഴും ലേബർ പെയിൻ നല്ല രീതിയിൽ വരുമ്പോഴും ഒക്കെ പെയിൻ കുറയാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ലേബർ പെയിൻ എന്ന് പറയുമ്പോൾ മിക്ക പേർക്കും പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പേടിയും ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വേദന നമ്മൾക്കുണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നോർമലായിട്ട് ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ടിപ്സുകൾ കൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പെയിൻ കുറച്ച് മാത്രമേ ഫീൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പെയിൻ ആയിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട് നമ്മളുടെ ധൈര്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ലേബർ റൂമിൽ നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും തരാൻ കഴിയുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ കൂടെ നിർത്താം. എല്ലാ ഹോസ്പിറ്റലിലും ഇത് അനുവദിക്കാറില്ല. അപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ ഇതിനൊരു അവസരം കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആരും നിങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ധൈര്യവും ആത്മവിശ്വാസവും തോന്നുമോ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കൂടെ നിർത്താം. അതിപ്പോൾ നിങ്ങളുടെ അമ്മയാകാം, അല്ലെങ്കിൽ ഹസ്ബൻഡാകാം. അങ്ങനെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ളതുമായിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കൂടെ നിർത്താവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലേബർ പെയിൻ വരുന്ന സമയത്ത് ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നതിന് പകരം കുറച്ച് സമയം നടക്കുക. ഇത് നിങ്ങളുടെ ഡെലിവറി വേഗത്തിൽ നടക്കാനും അധികം പെയിൻ ഇല്ലാതെ ഡെലിവറി നടക്കാനും സഹായിക്കും. ലേബർ പെയിൻ വരുന്ന സമയത്ത് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഡെലിവറി വേഗത്തിൽ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേദന കുറച്ച് മാത്രം സഹിച്ചാൽ മതി. നമുക്ക് വേദന വരുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി നടക്കാനും കാലതാമസം എടുക്കുന്നു. അതായത് 2-3 മണിക്കൂർ കൊണ്ട് നടക്കേണ്ട ഡെലിവറി 5-6 മണിക്കൂറായിട്ട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നടക്കാനായിട്ട് പറഞ്ഞത്. ഇനി ഒരു കണക്ക് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ പെയിൻ സ്റ്റാർട്ടാകുമ്പോൾ ഉറങ്ങാതെ, അതായത് കിടക്കാതെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഇങ്ങനെ ബോഡി ആക്റ്റീവായിരിക്കുന്നതിൻ്റെ കാരണത്താൽ തന്നെ വളരെ വേഗത്തിൽ പ്രയാസമില്ലാതെ ഡെലിവറി നടക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൺട്രാക്ഷൻ സമയം നമ്മുടെ ശരീരത്തിലെ എനർജി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ലോങ് ബ്രെത്ത് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുകയും നമ്മൾ തളർന്നു പോകാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കറിയാം, നോർമൽ ഡെലിവറിയുടെ ലാസ്റ്റ് നിമിഷം എന്ന് പറയുന്നത് നമുക്ക് പുഷ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എനർജി ഇല്ലെങ്കിൽ ആ സമയം നമുക്ക് പുഷ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെയിൻ വരുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ലേബർ പെയിൻ കുറയ്ക്കാനുള്ള ഒരു നല്ല മാർഗ്ഗമാണ്. അതായത് നിങ്ങൾക്ക് ലേബർ പെയിൻ നല്ല രീതിയിൽ വരുന്ന സമയത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇടുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് നന്നായിട്ട് അമർത്തി മസാജ് ചെയ്യാനായിട്ട് പറയുക. ഇങ്ങനെ നന്നായിട്ട് അമർത്തി മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ലേബർ പെയിൻ കൂടുതലായിട്ട് തോന്നില്ല. അതുപോലെ നമ്മളുടെ ബോഡിയും കൂടുതലായിട്ട് റിലാക്സ് ആകും. ആദ്യമായിട്ട് അമ്മയാകുന്ന ഗർഭിണികളിൽ ലേബർ പെയിൻ പ്രോസസ്സ് വളരെ കൂടുതൽ സമയം നടക്കുന്നു. ഇങ്ങനെ ഒരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിശക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ ഹെവി ആയിട്ടല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം. അതായത് വേഗത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചെറു ചൂടോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ചായയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ചെറു ചൂടോട് കൂടി തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് മാക്സിമം തണുത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഇനി ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പെയിൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് പറയാം. വേദന കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഡോക്ടറും ചെയ്യുന്നതാണ്.
ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കുക. കൃത്യസമയത്ത് നിങ്ങളിതൊക്കെ ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കണം. ഇപ്പോൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത് ഓർമ്മിക്കാനും കഴിയില്ല. അപ്പോൾ പെയിനിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചിന്തകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. അതുപോലെ ലേബർ പെയിൻ വളരെ വലിയ ഒരു പെയിനൊന്നും അല്ല എന്ന് ചിന്തിച്ച് മനസ്സിനെ സ്ട്രോങ് ആക്കിയാൽ ഡെലിവറി ഈസി ആയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അറിയാത്ത ഒത്തിരി പേരുണ്ട്, അവർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്